ഗായ്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UK 2025 വരാൻ പോകുന്ന പുതിയ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട നിയമ മാറ്റങ്ങളെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വാർത്ത ഇവിടുത്തെ UK മാധ്യമങ്ങളിലും മറ്റുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നു തുടങ്ങിയത്. പ്രധാനപ്പെട്ടുള്ള പോയിന്റാണ് ഗ്രാജുവേറ്റഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഗ്രാജുവേറ്റഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് എന്നൊരു പുതിയ ആശയമല്ല, വാസ്തവത്തിൽ UK ഇതൊരു പുതിയ ആശയമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ കാനഡ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ നേരത്തെ ഈ നിയമം പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ ഇതാണ് വരാൻ പോകുന്ന നിയമങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, നമുക്കറിയാം UK ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടുന്നത് വളരെ വളരെ പാടുള്ള കാര്യമാണ്. ഇവർ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവർ ഇത്രയും നിയമങ്ങൾ പാടുണ്ടായിട്ടും ഇവർ നോക്കുന്നത് ഇവിടെ റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ വെച്ചാണ് ഇവർ താരതമ്യം ചെയ്ത് നോക്കുന്നത്. ഇവരുടെ ഒരു കണക്ക് പ്രകാരം ഇപ്പോഴും റോഡിലുണ്ടാകുന്ന അപകടങ്ങളുടെ കാരണം നേതൃചൊവ്വേ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾ കൊടുക്കുന്നതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്, അതൊന്ന് വിപുലീകരിക്കണം എന്നാണ് ഇവരുടെ ഒരു ആശയം. അത് വെച്ചിട്ടാണ് ഇവർ പുതിയ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ പുതിയ നിയമങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് ഗ്രാജുവേറ്റഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന ആശയമാണ്. ഈ ആശയം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് UK പലരും പ്രപ്പോസ് ചെയ്യുന്ന ഒരു ആക്ഷൻ പ്ലാനാണ്. എന്താണ് ഗ്രാജുവേറ്റഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് നമുക്ക് പരിശോധിക്കാം. അതായത് ഇപ്പൊ പല രാജ്യങ്ങളിലും പ്രാവർത്തികമാകുന്നത്, ഇപ്പൊ ഒരാൾ ലൈസൻസ് എടുത്തെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ സിസ്റ്റം വെച്ചിട്ട് നമ്മളിപ്പോ പ്രാക്ടിക്കൽ എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫുൾ ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് കിട്ടുന്നത്. പക്ഷെ ഗ്രാജുവേറ്റഡ് ഡ്രൈവേഴ്സ് ലൈസൻസിനകത്ത് നമുക്ക് ഇനി മുതൽ ഒരു ഫുൾ ലൈസൻസ് കിട്ടുന്നില്ല. അതിന്റെ ആദ്യത്തെ നിബന്ധന തന്നെ ഈ ഒരുപാട് പ്രപ്പോസല് ഈ ഒരു GDL എന്ന ടോപ്പിക്കിനടി വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്ന ഒരു ഡിസ്കഷനാണ്. അതായത് ഒരാൾ പ്രൊഫഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 12 മാസമെങ്കിലും അവർക്ക് ഈ വണ്ടി ഓടിച്ച് പഠിക്കട്ടെ അവരെന്ന്. അതായത് റോഡുകളിൽ വണ്ടി അവർ ഓടിച്ച് പഠിച്ചിട്ട് മതി പ്രാക്ടിക്കൽ ടെസ്റ്റ് എടുക്കുന്നത് എന്നാണ് അതിലെ ഒരു പ്രപ്പോസൽ. ഇനി GDL എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് കാലം നമുക്ക് ലൈസൻസ് സൂപ്പർവൈസ്ഡ് ഡ്രൈവിംഗ് മാത്രമേ അനുവദനീയമുള്ളൂ. അതായത് നമുക്ക് ഒരാൾ കൂടി ഇരുന്ന് നമ്മളെ ഓടിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അതല്ലാതെ 25 വയസ്സും അതിനു ചുറ്റും പ്രായമുള്ള ആൾക്കാർക്ക് ഇച്ചിരി കൂടെ നിബന്ധനകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രായമുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ചൊരു യാത്ര ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ, അതായത് രാത്രി 11 മണി തൊട്ട് രാവിലെ 4 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഈ വ്യക്തികൾ വണ്ടി ഓടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അനുവദിച്ചേക്കുന്ന ആൽക്കഹോളിന്റെ ലിമിറ്റ് അതിലും കുറവാണ് ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക്. നമ്മൾ ഇപ്പം ഈ 3 നിയമങ്ങൾ കേട്ടപ്പോൾ ഇതെന്തോ നിയമങ്ങളാ, ഒരേ പ്രായമുള്ള ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടില്ല, നമുക്കിത് വളരെ ബാലിശമായി തോന്നുന്ന നിയമങ്ങളല്ലേ ഇത്. എന്നാൽ ഈ നിയമങ്ങൾക്ക് ചില കാരണങ്ങളുണ്ട്. നേരത്തെ ഇവിടെ നടക്കുന്ന എല്ലാ അപകടങ്ങളിലും ഒരേ പ്രായമുള്ള അല്ലെങ്കിൽ ഒരേ വൈബുള്ള ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അന്നേരം ഈ വണ്ടി ഓടിക്കുന്നതിന്റെ രീതിയും നമുക്കറിയാമല്ലോ. നാട്ടിൽ നമ്മൾ 290 ഒക്കെ അടിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതും കൂടെ ഒരു ഓടിക്കുമ്പോൾ ഒരു ഹരമൊക്കെ ഉണ്ടല്ലോ. അതിനെ ഇവർ വളരെ ലീഗലി അല്ലെങ്കിൽ വളരെ ഒരു നിയമപരമായിട്ട് അതിനെ നേരിടാൻ പോവാണ്. അങ്ങനെ ഒരു ഇഷ്യൂവിനെ നമുക്കുണ്ടെന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ ഒരിക്കലും അങ്ങനെ ഒരു നിയമം വരത്തില്ല. പക്ഷെ ഇവരതിനെ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് കണ്ട് രാത്രി കാലങ്ങളിൽ എസ്പെഷ്യലി 11 മണി തൊട്ട് 4 മണി വരെയാണ്, ഇരുട്ട് സമയമാണ്, റോഡെല്ലാം കാലിയാണ്. ആ സമയത്തൊക്കെ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇവർ പറയുന്നത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ചുമ്മാതെ രാവിലെ എഴുന്നേറ്റിട്ട് ചെറുപ്പക്കാരുടെ എതിരെ അങ്ങ് തിരിഞ്ഞേക്കാം എന്നൊന്നും പറഞ്ഞുണ്ടാക്കിയ നിയമങ്ങളൊന്നുമല്ല. ഇത് വളരെ ആലോചിച്ച് സർവേ ഒക്കെ ചെയ്ത് ഉണ്ടാക്കിയ നിയമങ്ങളാണ് അത് ഈ വരാൻ പോകുന്ന നിയമങ്ങൾ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് സൂപ്പർവൈസ്ഡ് ഡ്രൈവിംഗ് ഉണ്ടാവും. ഇതെല്ലാം GDL അടി വരുന്നതാണ്. ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് UK പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ GDL പറ്റി അന്വേഷിച്ചപ്പോൾ ഇതൊക്കെയാണ്. സൂപ്പർവൈസ്ഡ് ഡ്രൈവിംഗ് ഉണ്ടാവും. പിന്നെ ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുമ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് രണ്ടാമത്തെ ഘട്ടം, GDL രണ്ടാമത്തെ ഘട്ടമാണ് ഇന്റർമീഡിയറ്റ് ലെവൽ.
ആദ്യത്തെ പ്രൈമറി ലെവൽ, അതിനകത്താണ് നമുക്ക് പറയുന്നത് സൂപ്പർവൈസ്ഡ് ഡ്രൈവിംഗ്. നമുക്ക് ഒരാൾ കൂടെ കാണണം, കുറച്ച് ആൾ ലൈസൻസ് കിട്ടിയാലും. ഇന്റർമീഡിയറ്റ് വരുമ്പം നമുക്ക് തന്നെ വണ്ടി ഓടിക്കാം. പക്ഷേ ഇത് 25 വയസ്സിന് ചുറ്റുമുള്ള ആൾക്കാർക്കാണ് ഈ ഇന്റർമീഡിയറ്റിൽ ഈ നിയമം വരുന്നത്. അതായത് അവർക്ക് തന്നെ വണ്ടി ഓടിക്കാം, പക്ഷേ ഒരേ പ്രായമുള്ളവർ ഒരുപാട് പേര്, അത് എല്ലാവരും ഒരേ പ്രായക്കാരായിരിക്കരുത്. അത് 11 മണി തൊട്ട് രാവിലെ 4 മണി വരെ സമയം ഉള്ളതായിരിക്കരുത്. അങ്ങനെയൊക്കെ ചില നിയമങ്ങളാണ് GDLD വരുന്നത്. 3ാമത്തെ സ്റ്റേജാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അതിനകത്ത് നിങ്ങൾക്ക് ഫുൾ ലൈസൻസോടെ വണ്ടി ഓടിക്കാം. അതാണ് ഇതുവരെയായിട്ടുള്ള GDL നിയമങ്ങൾ. ഇനിയും വേറെ തലവേദനകൾ വരുന്നുണ്ട്. അതായത് പല പ്രപ്പോസലുകൾ ഞാൻ വായിച്ചു. ഈ GDLന്റെ അണ്ടറിൽ വരുന്ന പല പ്രപ്പോസലുകൾ ഞാൻ വായിച്ചപ്പോൾ ചില പ്രപ്പോസലുകൾ പറയുന്നത് ഐ ടെസ്റ്റ് 2 വർഷം കൂടുമ്പോൾ ചെയ്യണം എന്ന് പ്രപ്പോസൽ ചെയ്യുന്ന പ്രപ്പോസൽസ് ഉണ്ട്. 2 വർഷം കൂടുമ്പോൾ ഐ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയും. പക്ഷേ ഫോർച്ചുനേറ്റ്ലി UK ഇപ്പം ആ നിയമം അതെടുക്കുന്നില്ല. പക്ഷേ 70 വയസ്സാകുമ്പോൾ, അതായത് 70ാമത്തെ വയസ്സിൽ ഇനി മുതൽ ഇപ്പോഴുള്ളത് നമുക്ക് റീടെസ്റ്റ് ഉണ്ട്. 70ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഓടിക്കുന്ന ഒരു റീടെസ്റ്റ് നമുക്ക് ഇപ്പോൾ ഉണ്ട്. അത് മാറ്റിയല്ല, അതിനെ ബലപ്പെടുത്തുകയാണ്. അതായത് 70 വയസ്സായാൽ നമ്മൾ ഇനിയും കുറെ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. 70 വയസ്സായാൽ നമ്മൾ ഡോക്ടറിന്റെ അടുക്കൽ പോയി നമ്മുടെ ഐയുടെ ഒരു പ്രോപ്പർ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് അസസ്മെന്റും റിസ്ക് അസസ്മെന്റും ചെയ്തതിനു ശേഷം മാത്രമേ ഇനി മുതൽ 70 വയസ്സുള്ള ആൾക്കാർക്ക് ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നല്ലൊരു വാർത്തയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം നമുക്ക് ഇപ്പൊ ആദ്യത്തെ നിയമം ചെറുപ്പക്കാരെ ഉന്നം വെച്ചിട്ടാണെങ്കിൽ 2ാമത്തെ ഭാഗം വരുന്നത് ഈ പ്രായമുള്ളവർ ഉന്നം വെച്ചിട്ടാണ്. കാരണം ഈ 2 കൂട്ടരാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രായമുള്ള ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം അവരുടെ റെസ്പോൺസ് ടൈം വളരെ വളരെ കുറവായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു അപകടം. ഇപ്പൊ ഈ 2 നിയമങ്ങളുടെയും അടിസ്ഥാനം, ഇപ്പം ആദ്യത്തെ നിയമം ഞാൻ പറഞ്ഞല്ലോ, ഈ GDLന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു അവരുടെ പേര് ക്രിസ്റ്റൽ ഓവൻ എന്നാണ്. അതായത് ക്രിസ്റ്റൽ ഓവന്റെ മകനും കൂട്ടുകാരും, അതായത് മകനെ പേര് ഹാർവി എന്ന് കണ്ട. അപ്പം ഈ ക്രിസ്റ്റൽ ഓവന്റെ മകനും കൂട്ടുകാരും കൂടെ ഇതുപോലെ രാത്രി കൂട്ടം കൂടി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി വലിയൊരു കാർ അപകടത്തിൽ പോയി അവരെല്ലാവരും മരിച്ചുപോയി. അപ്പൊ അന്ന് ആ കേസിന്റെ ട്രയലിലാണ് ഇങ്ങനെ. കാരണം ഇവിടെ ഈ നാട്ടിൽ ഫ്രീഡം ഉള്ള രാജ്യമാണ്. ഇവിടെ നമുക്ക് മക്കളെ വീട്ടിൽ ഇരുത്തി അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കാതെ വീട്ടിൽ ഇരുത്തിയാൽ മതി എന്ന് പറയുന്ന രാജ്യമല്ല ഇത്. അതിന് പകരം നിയമം കർക്കശമാക്കി അവർക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തന്നെ നിയമ വഴി അവരെ ഒന്ന് പിടിക്കുക എന്നും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അത് വീട്ടുകാരുടെ മണ്ടയ്ക്കല്ല അതിന്റെ പാട്, ഗവൺമെന്റിന്റെ മണ്ടയ്ക്കാണ് പാട്. അതുകൊണ്ടാണ് അവർ ഇതിന്റെ വലിയൊരു ക്യാമ്പയിനറാണ്. ഈ പറഞ്ഞ ക്രിസ്റ്റൽ ഓവൻ എന്ന് പറഞ്ഞ സ്ത്രീ ഇതിന്റെ വലിയൊരു ക്യാമ്പയിനറും ഈ പറയുന്ന നിയമം വളരെ എളുപ്പത്തിൽ പ്രാബല്യത്തിൽ വരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? ഇത് സാൻഡർ ഐറീൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ 91 വയസ്സുള്ള ഒരു അപ്പച്ചൻ വണ്ടി ഇടിച്ച് അപകടത്തിൽപ്പെടുത്തി കുഞ്ഞ് മരണപ്പെട്ടു. അപ്പൊ ഈ അപ്പച്ചനെ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ അപ്പച്ചന് ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു അസസ്മെന്റും ചെയ്യാതെ ഈ അപ്പച്ചന് ലൈസൻസ് കൊടുത്തതിന്റെ പേരിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കേസുകളും കാര്യങ്ങളുമാണ് ഇവരെ കൊണ്ട് നിയമങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിന് മുന്നുള്ള വീഡിയോയിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഉണ്ടാകുന്ന അപകടങ്ങൾ. കാരണം നമ്മുടെ നാട് പോലെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം അത് കുറച്ചു കാലം മാധ്യമ ശ്രദ്ധയൊക്കെ വന്നിട്ട് അവരതങ്ങ് മറന്നു പോവല്ല ചെയ്യുന്നത്. മറിച്ച് ഓരോ അപകടത്തെയും അല്ലെങ്കിൽ ഓരോ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മേടിച്ചിട്ട് പുതിയ ലോസ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ കാര്യം. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങൾ നോക്കാം എന്തൊക്കെ നിയമങ്ങളാണ് ഇനി സ്ട്രിക്റ്റായിട്ട് വരാൻ പോകുന്നത്. ഈ GDLനകത്ത് തന്നെ പല അഡീഷൻസും സബ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ UK ഇതിനകത്ത് ഏതൊക്കെ നിയമങ്ങൾ ഇപ്പോൾ ഇത് പ്രാബല്യത്തിലുള്ളത് US, കാനഡ, അൽബാനിയ രാജ്യങ്ങളിൽ, ന്യൂസിലാൻഡിൽ, അങ്ങനെ കുറേയേറെ രാജ്യങ്ങളിൽ ഗ്രാജുവേറ്റഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന ആശയമുണ്ട്. UK ഇത് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ പുതിയ അഡീഷൻസും സബ്ട്രാക്ഷൻസും അതിൽ കൊണ്ടുവരും നമുക്ക് കണ്ടു തന്നെ അറിയണം. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ നമുക്കണം. അപ്പം അതൊക്കെ അറിയാമല്ലോ എല്ലാ കാര്യങ്ങളൊക്കെയാണ്.
ചെയ്തേക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഓട്ടോ മാഞ്ചസ്റ്ററിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ പോലീസ് പിടിച്ചു. അവനും ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ വണ്ടി ഓടിക്കരുത്. കാരണം വലിയ ശിക്ഷയൊന്നും ഇവിടെ ഇല്ല. അതായത് ജയിലിൽ പിടിച്ചിടുവോ, വലിയ FT ഫൈനുകളോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. വലിയ FT ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 500 പൗണ്ട് 600 പൗണ്ടിൽ 1000 പൗണ്ടിനകത്ത് ഫൈനുകൾ ഉള്ളൂ. നമ്മൾ അതങ്ങ് അടച്ചിട്ട് അങ്ങ് രക്ഷപ്പെടാം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ഈ നിയമം ഇപ്പം നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു കോളമുണ്ട്. നമുക്കത് ടിക്ക് ചെയ്യേണ്ടി വരും. അത് ടിക്ക് ചെയ്താൽ അത് ടിക്ക് ചെയ്യുന്നിടത്തോളം നമുക്കിപ്പോൾ നമ്മൾ 100 പൗണ്ടിന് താഴെയും അല്ലെങ്കിൽ 100 പൗണ്ടിന് മുകളിലും മേടിക്കുന്ന ആ ഇൻഷുറൻസ് 400-ഉം 500-ഉമായിട്ട് മാറും. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഇതുവരെയായിട്ട് അറിയത്തില്ല. ഈ ദിവസം പിടിച്ചതേ ഉള്ളൂ. ഇപ്പോൾ അവനതിൻ്റെ ഓട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുവായി തീരും. 400-500 പൗണ്ട് മാസം ഇൻഷുറൻസ് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഡ്രൈവിംഗ് ആഗ്രഹങ്ങളെല്ലാം തീർന്നു. പിന്നെ നമുക്ക് UK വണ്ടി ഓടിക്കാൻ വളരെ പാടാണ്. നമുക്കറിയാം, എല്ലാവരോടും വന്ന് അത് ആഗ്രഹമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോകളായിട്ട് വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തിയറി ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരു വീഡിയോ വരുന്നുണ്ട്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ ബൈ.